ഉടുമ്പൻചോലയിൽ വിജയം ഉറപ്പെന്ന് UDF സ്ഥാനാർത്ഥി സേനാപതി വേണു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയത് തന്റെ വിജയത്തെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും താൻ മണ്ഡലത്തിൽ ഉടനീളം പരിചയമുള്ള ആളാണെന്നും അദ്ദേഹം പറഞ്ഞു. നെടുങ്കണ്ടത്ത് ഇടുക്കി വിഷൻ പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉടുമ്പൻചോല ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. UDFന്റെ ഉടുമ്പൻചോലയിലെ സ്ഥാനാർത്ഥിയായിട്ട് ഇന്നലെയാണ് സേനാപതി വേണു സാറിനെ പ്രഖ്യാപിച്ചത്. അദ്ദേഹം ഇന്ന് രാവിലെ മുതൽ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. സാർ, എങ്ങനെ പ്രചരണം പുരോഗമിക്കുന്നു? എങ്ങനെയാണ് ആളുകളുടെ ഒരു പ്രതികരണം? അല്ല, ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിന്റെ മുഖവരിയുടെ ആവശ്യമില്ല. ഞാനൊരു 45 വർഷമായി പൊതുപ്രവർത്തകൻ എന്ന നിലയിലും അഭിഭാഷകൻ എന്ന നിലയിൽ അതിനിടയിലുള്ള സമയത്തും ഞാൻ ഈ നാട്ടിലുണ്ട്. അപ്പൊ എന്നെ ഒരു പ്രത്യേകമായ ഒരു പരിചയപ്പെടുത്തലിന്റെ ഒരു ആവശ്യമില്ല. ഞാൻ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാളാണ്. ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലത്തിലെ മുക്കും മൂലയും മുഴുവൻ ആളുകളും എനിക്ക് സുപരിചിതമായ ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ ചിലപ്പോൾ 3-4 ദിവസം വൈകി എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഞാൻ ഈ മണ്ഡലത്തിൽ സ്ഥിരമായിട്ടുള്ള ആളാണ്. ഈ മണ്ഡലത്തിലെ എല്ലാ ആളുകളുമായി വലിയ വ്യക്തിബന്ധമുള്ള ഒരാള് എന്ന നിലയിൽ അതുകൊണ്ട് എനിക്ക് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം അങ്ങനെ പ്രത്യേകമായ ഏതെങ്കിലും ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. പിന്നെ ഈ നോമിനേഷൻ പൂരിപ്പിക്കല്, മെറ്റീരിയൽസ് ഒക്കെ റെഡിയാക്കുക, അങ്ങനെ ഒരു ചില സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നുള്ളതല്ലാതെ മറ്റൊരു പ്രശ്നവും ഞാൻ അഭിമുഖീകരിക്കുന്നില്ല. സാറിന് ഇന്നൊരു പ്രഖ്യാപനം ഉണ്ടായി. ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ യുവാക്കൾക്ക് വഴിമാറി കൊടുക്കുകയാണ് എന്നുള്ളത് വിജയമാണിയുടെ അടക്കം പേരെടുത്ത് പറയുകയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ. ഞാനത് വളരെ പോസിറ്റീവായി പറയുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളൊരു 65 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും നെക്സ്റ്റ് ഒരു ജനറേഷന് വഴിമാറി കൊടുത്തുകൊണ്ട് നമ്മൾ ഒരു ഒരു ഉപദേശക രീതി എന്ന് വിചാരിച്ച എല്ലാവരും അങ്ങനെയല്ല. ചില ആളുകൾ അനിവാര്യമായ ഘടകമാണ്. ഇപ്പം VD സതീശനെ പോലുള്ള ആളുകൾ കേരളത്തിൽ അനിവാര്യമായ ഘടകമാണ്. അവരൊക്കെ മത്സരിക്കട്ടെ, മുന്നിൽ നിൽക്കട്ടെ. എന്നെ പോലെ ഒരാൾ അങ്ങനെ ഒരു അനിവാര്യമായ ഘടകമല്ല. 2 പ്രാവശ്യം ഈ പാർട്ടി എനിക്ക് അവസരം തന്നു. അത് ആണ് പര്യാപ്തമായ ഒരു കാര്യമാണ്. ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതിൽ ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വളരെ സുവ്യക്തമായ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുന്നത് 6-7 പ്രാവശ്യം മത്സരിച്ചവർ പിന്നെയും 75-80 വയസ്സാകുമ്പോൾ മത്സരത്തിന് വേണ്ടി അവരൊക്കെ ഇങ്ങനെ പുതിയ തന്ത്രങ്ങളുമായിട്ട് വരുമ്പോൾ അല്ലെ സമ്മർദ്ദങ്ങളുമായിട്ട് വരുമ്പോൾ അതല്ല. നമ്മളെപ്പോഴും പുതിയ തലമുറകൾക്ക് വഴിമാറി കൊടുക്കണം എന്നുള്ളത് അതൊരു പോസിറ്റീവായിട്ടുള്ള എൻ്റെ ഒരു പ്രഖ്യാപനമാണ് എന്നുള്ളതാണ്. ഇങ്ങനെ തന്നെയാണ് UDFന്റെ സ്ഥാനാർത്ഥി ഉടുമ്പൻചോലയിൽ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വ്യക്തമായ നിലപാടുകളോട് കൂടിയാണ് അദ്ദേഹത്തിന്റെ പ്രചരണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും ഇന്ന് രാവിലെ മുതൽ തന്നെ ഇദ്ദേഹം പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. ജോബിൻ കോശിക്കൊപ്പം അനീഷ് PA, ഇടുക്കി വിഷൻ ന്യൂസ്.